ദേശീയപാത വികസന നിർമ്മാണത്തിനിടെ ആലപ്പുഴയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പതിവാകുന്നു. നഗരത്തിൽ പലയിടത്തും കുടിവെള്ളം ക്ഷാമം നേരിടുകയാണെന്നും നാട്ടുകാർ പറയും. ആലപ്പുഴയിൽ ദേശീയപാതയിൽ വളഞ്ഞവഴി ജംഗ്ഷന് സമീപമാണ് 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ദേശീയപാതയ്ക്ക് സമാന്തരമായി റോഡ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് JCB ഉപയോഗിച്ച് കുഴിച്ചത്. പൈപ്പ് പൊട്ടി ദിവസങ്ങളോളമായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ ജല അതോറിറ്റി തയ്യാറായിട്ടില്ല. തകരാറ് പരിഹരിച്ചാൽ മാത്രമേ ഈ ഭാഗത്തെ റോഡ് നിർമ്മാണവും പുനരാരംഭിക്കാൻ കഴിയുകയുള്ളൂ. റോഡ് നിർമ്മാണത്തിനായി സമീപത്ത് ഗ്രാവലും ഇറക്കിയിട്ടുണ്ട്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം നടക്കുന്ന പല സ്ഥലത്തും സമാന രീതിയിൽ പൈപ്പ് പൊട്ടി വെള്ളം വലിയ തോതിൽ പാഴാകുന്നുണ്ട്. നാട്ടുകാരും ജനപ്രതിനിധികളും പരാതി നൽകി മടുത്താലും അധികൃതർ തിരിഞ്ഞു നോക്കാറില്ല. 4 ദിവസത്തോളമായി വെള്ളം കിട്ടാതിരിക്കുമ്പോഴാണ് എത്രയോ വെള്ളം പാഴായി പോകുന്നു. വേനൽ കനത്തതോടെ കുടിവെള്ളം കിട്ടാക്കനിയാകുമ്പോഴാണ് ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം വൻതോതിൽ കുടിവെള്ളം പാഴാകുന്നത്. ആലപ്പുഴ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും കുടിവെള്ളം ലഭിച്ചിട്ട് ദിവസങ്ങളായി. പമ്പിംഗ് നിർത്തിവെക്കുന്ന സമയങ്ങളിൽ ഈ പൊട്ടിയ പൈപ്പുകൾ വഴി മലിനജലം കുടിവെള്ളത്തിലേക്ക് കലരുന്നുമുണ്ട്. വലിയ പകർച്ചവ്യാധികളിലേക്ക് ഇത് നയിക്കുമെന്ന ഭീഷണിയും ഉയർന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ.